Hello guys, welcome back to YouTube channel. So guys, അങ്ങനെ മധുര ട്രിപ്പ് ഓവറായി നമ്മുടെ ഡേ 2 സ്റ്റാർട്ട് ആയി ഗൈസ്. സോ ഡേ 2 നമ്മൾ വേറൊരു ഡെസ്റ്റിനേഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, തഞ്ചാവൂരിലോട്ടേക്കാണ്. സോ ആദ്യം നമ്മൾ അവിടെ പോയിട്ട് റൂമും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമായിരിക്കും ബാക്കി അവിടുത്തെ പ്ലേസസും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ മധുരൈ എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഏതാനും നിമിഷം കൊണ്ട് പുറപ്പെടും. എത്ര മണിക്കൂർ ട്രാവൽ? 4 hours. 4 നാളത്തെ തോന്നുന്നു. ഏകദേശം 2:30 ആകുമ്പോഴേക്കും നമ്മൾ എത്തുന്നതാണ് വിശ്വസിക്കുന്നത്. സോ വി ആർ സൂപ്പർ എക്സൈറ്റഡ്. സോ നമ്മൾ എന്താ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്. സോറി സോ ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ചെറുതായിട്ടെങ്കിലും കേക്ക് നമ്മൾ വാങ്ങിച്ച് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ 4 മെമ്പേഴ്സ് ആണല്ലോ. സോ ജസ്റ്റ് ഒരു സ്മോൾ സെലിബ്രേഷൻ വി ആർ പ്ലാനിങ്. സോ സംഭവം അവിടെ എത്തിയിട്ട് നടക്കട്ടെ അല്ലേ. സോ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തഞ്ചാവൂർ എത്തിയിട്ട് വളരെയധികം ടൈം കുറവാണ്. സോ അതിന് പറ്റിയ ടൈം ചുരുക്കത്തിലാണ് നമ്മൾ കറങ്ങാനായിട്ട് പോകുന്നത്. നമുക്ക് അതും ഒരു ടാസ്ക്കാണ്. നോക്കാം. ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്തു. സോ ഏകദേശം എത്ര സമയമായെന്ന് പറ? ഏകദേശം 6:30. സോ ആക്ച്വലി നമ്മൾ 3:30 എത്തേണ്ട ആൾക്കാരാണ്. നമ്മളിവിടുന്ന് തിരുച്ചിറപ്പള്ളി തന്നെ പോകണം. സോ അതുകൊണ്ട് നമ്മൾ അവിടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട് അവിടെ ഇറങ്ങി. പിന്നെ നമുക്ക് ട്രെയിൻ ഉള്ളത് 4:45 പറഞ്ഞു. സോ ആ ഒരു ട്രെയിൻ കയറിയിട്ടാണ് ഇപ്പോൾ ബിഗ് ടെമ്പിൾ കാണാനായിട്ട് നമ്മൾ തഞ്ചാവൂർ വന്നിരിക്കുന്നത്. സോ ഗൈസ് ഫൈനലി നമ്മൾ എത്തി. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ് ഇരിക്കുന്നത്. കാരണം ഒരുപാടായിട്ട് ഞാൻ വിചാരിക്കുന്നു ആ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. സോ ഞങ്ങൾ പോയിട്ട് നേരെ ഓട്ടോ പിടിക്കട്ടെ. ഓൾറെഡി ഇരുട്ടാനായിട്ട് തുടങ്ങി. സോ ഞാനിവിടെ അന്വേഷിച്ച് നോക്കിയ സമയത്ത് ഇപ്പോഴും നല്ല തിരക്കുണ്ടാവുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. സോ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവിടെ എത്താൻ നോക്കട്ടെ ഗൈസ്. സോ അവിടെ പോയിട്ടായിരിക്കും ഇനി ബാക്കി ഞാൻ ഫുട്ടേജും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട് പോകുന്നു കേട്ടോ. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സ്റ്റേഷനിൽ നിന്നിട്ട് കുറച്ച് വാട്ടർ ബോട്ടിൽസും നമുക്ക് വേണ്ട സ്നാക്സ് ഐറ്റംസും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം നമ്മൾ 2.5 hours നമ്മൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ട്രാവൽ ചെയ്തത് കാരണം കുറച്ച് നമ്മൾ ടയേർഡ് ആയിരുന്നു കേട്ടോ. സോ അതിനുശേഷം ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഓട്ടോ പിടിച്ച് നേരെ നമ്മൾ എത്തിയത് തഞ്ചാവൂർ പെരിയ കോവിലേക്കായിരുന്നു. സോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ആ ഒരു വെളിച്ചത്തിൽ അമ്പലത്തെ കാണാനായിട്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതിൽ. കാരണം നമ്മൾ ഒത്തിരി പ്ലാൻസ് മാറി നമ്മൾ തിരുച്ചിറപ്പള്ളിയിൽ തന്നെ ഹോട്ടൽ റൂം എടുത്തിട്ട് താമസിക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ഫൈനലി ഞങ്ങൾ ആഗ്രഹം പോലെ ഇങ്ങോട്ട് വന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തഞ്ചാവൂർ പെരിയ കോവിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ഹിസ്റ്ററിയാണ്. നമ്മൾ ഏകദേശം ചോള എംപയറിലെ രാജരാജ ചോള 1 ആണ് ഈ ഒരു ഇത് കൺസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത്. അവരാണ് ബിൽഡ് ചെയ്തത്. അവരുടെ കാലഘട്ടത്തിലാണ് ഇത് ബിൽഡ് ചെയ്തത്. വളരെ ബ്യൂട്ടിഫുള്ളി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചറാണ്. നമ്മൾ അസ്റ്റോണിഷ് ആയിട്ട് നിന്ന് പോകും. അതും നമ്മൾ നൈറ്റിൽ വന്നതുകൊണ്ട് ഇതിൻ്റെ ബ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ആ ലൈറ്റിൽ എൻഹാൻസ് ചെയ്ത് കാണുന്നുണ്ട്. ആൻഡ് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഗൈസ്. ആൻഡ് അതേപോലെ തന്നെ എല്ലാം തന്നെ ബിഗ് ടവേഴ്സാണ്. സോ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക വളരെ അസ്റ്റോണിഷ് ആയിട്ട് നമ്മൾ ഓരോന്നും നോക്കിപ്പോവും. പിന്നെ അതേപോലെ തന്നെ മെയിൻ ഷ്രൈൻസിൽ തന്നെ സ്മോൾ ഷ്രൈൻസ് എല്ലാം തന്നെ ഒപ്പം നിൽക്കുന്നത് പോലെയൊക്കെ ഉണ്ട്. എല്ലാം കൂടി നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. ഒത്തിരി ജനങ്ങൾ വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ആക്ച്വലി സമയം 7 മണിയായി കാണും. ഇപ്പോൾ കൂട്ടങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിങ്ങനെ നടന്ന് ഇതിൻ്റെ ബ്യൂട്ടീസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്ത് പറയണമെന്നറിയില്ല, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ വരാനായിട്ട് പറ്റുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് മസ്റ്റ് വിസിറ്റ് ആയിട്ട് വന്ന് കണ്ടു നോക്കൂ. സോ മോർണിംഗ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ നൈറ്റ് വന്നതുകൊണ്ട് നൈറ്റ് വേറൊരു വൈബാണ്. സോ അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. സോ എന്തായാലും ഇതിൻ്റെ ഭംഗി ഞങ്ങളെല്ലാം റൗണ്ടായിട്ട് അങ്ങനെ നടന്ന് കാണട്ടെ കേട്ടോ ഗൈസ്. തഞ്ചാവൂർ പെരിയ കോവിൽ കണ്ടതിന് ശേഷം നമ്മൾ ടിഫൻ കഴിച്ചായിരുന്നു. സോ കൊള്ളത്തില്ലായിരുന്നു ഗൈസ്. മധുരേൻ്റെ അത്ര ഫുഡും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സെറ്റായില്ല.
ആൻഡ് സമയപരിധിയും ഉണ്ട്. സോ അതുകൊണ്ട് ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. സോ ജസ്റ്റ് ഒന്ന് ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ നേരെ കുറച്ച് നടന്നു വെച്ചാൽ തന്നെ ഷോപ്പ് ഉണ്ടാകും. നമ്മൾ അവിടെ വന്നിട്ട് ഒരു മുസമ്പി പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഏകദേശം 9:30 ട്രെയിനാണ്. സോ അതുകൊണ്ട് വേഗം കുടിച്ചിട്ട് വേണം പോകാനായിട്ട്. ആക്ച്വലി ഈ തഞ്ചാവൂർ വ്ലോഗ് വന്നിട്ട് വളരെ ഷോർട്ടായിരിക്കും, കാരണം ബ്രീഫ്ലി ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. സോ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ കാരണം നമ്മൾ ഒരു ദിവസത്തിൽ ബിഗ് ടെമ്പിൾ മാത്രം നമുക്കിവിടെ തഞ്ചാവൂർ ഒന്ന് കാണാനായിട്ട് പറ്റില്ല. ഫുഡും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. സൂപ്പർ ജ്യൂസ്. സോ ഇപ്പോൾ എൻ്റെ ഓർഡർ ചെയ്ത ഐറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ വന്നിട്ട് കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ പോവുകയാണ്. ആൻഡ് നമ്മളിവിടുന്ന് തഞ്ചാവൂരിൽ നിന്ന് തിരുച്ചിറപ്പള്ളിക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 hour ട്രാവലാണ്. അവിടെ പോയിട്ട് ആണല്ലേ കുറേ നേരമായി ദിവസം നമ്മൾ ഓർഡർ ചെയ്തിട്ട്. ഭയങ്കര ഡിലേ. ഒന്നാമത് ക്രിസ്മസും കൂടിയല്ലേ, നല്ല തിരക്കുണ്ട്. നമുക്ക് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. സോ ഗൈസ്, നമുക്ക് ഞാനിപ്പോൾ ട്രെയിനിൽ കയറുമ്പോൾ പറയാം. ഏകദേശം നമുക്ക് ട്രെയിൻ അരമണിക്കൂർ മുൻപാണ് കേട്ടോ അവർ നമുക്ക് സാധനങ്ങളൊക്കെ നമ്മുടെ ടേബിളിൽ കൊണ്ട് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വേഗം തന്നെ കുടിച്ചിട്ട് നമ്മൾ നേരെ നമുക്ക് 9:30 ട്രെയിനുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിരുന്നു. സോ നമ്മൾ അവിടെ പോയിട്ട് സുഖമായി കടന്നുറങ്ങി ഗൈസ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇന്ന് മുഴുവനും ട്രാവലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേഷനിൽ എത്തി. നമ്മൾ ട്രെയിൻ കയറിയതിന് ശേഷം സുഖമായിട്ട് നമ്മൾ കിടന്നുറങ്ങി കേട്ടോ. സോ അതിന് ശേഷം നമ്മൾ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെത്തി. സോ എന്നിട്ട് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ പോയിട്ട് എടുക്കാനായിട്ട് പോവുകയാണ്. ലോക്കറിൻ്റെ അകത്താണ് നമ്മുടെ ബാഗ്സും കാര്യങ്ങളൊക്കെ കീപ്പപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ടൈമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്. സോ ഇത് സേഫാണ്. സോ അവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ചാർജൊക്കെ എങ്ങനെയാണ്, ഓരോ ഹവേഴ്സിനനുസരിച്ചിട്ടാണ് ചാർജറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് വന്നിട്ട് വേറെ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകണമെങ്കിൽ ഇതേപോലെ സേഫായിട്ട് കീപ്പപ്പ് ചെയ്തിട്ട് പോകാം കേട്ടോ. അപ്പം അങ്ങനെ സോ ഇതെടുത്തിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ആൻഡ് നന്നായിട്ട് കിടന്ന് ഉറങ്ങണം. ആക്ച്വലി ഇന്ന് ഫുള്ളും റണ്ണിങ് ആൻഡ് വാക്കിംഗ് ആയിരുന്നു, ഒരു റെസ്റ്റില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് മേലുവേദനയുണ്ട്. സോ നന്നായിട്ട് ഫ്രഷപ്പ് ചെയ്ത് കിടന്ന് ഉറങ്ങണം. സോ റൂമിൽ പോയിട്ട് ഞാൻ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, സോ ഞങ്ങളുടെ ബാഗ് എടുക്കട്ടെ. നമ്മളങ്ങനെ റിട്ടയറിംഗ് റൂമിൽ നിന്നാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. വുമൻസ് ഡോർമെട്രി ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി നമ്മൾ തിരുച്ചിറപ്പള്ളിയിൽ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ബട്ട് ഫൈനലി നമ്മൾ നൈറ്റ് 11:30 എത്തിയത്. പ്രീ പേയ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഫൈനലി നമ്മൾ ഇതന്നെ എടുക്കാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. സോ നൗ വി ആർ അറ്റ് തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ തിരുച്ചിറപ്പള്ളി ടു ട്രിവാൻഡ്രം സെൻട്രൽ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ റിട്ടയറിംഗ് റൂം എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് ഗുഡ്. ആക്ച്വലി ഇന്നലെ നമ്മൾ ഡ്യൂലെക്സ് അല്ലെങ്കിൽ സൂപ്പർ ഡ്യൂലെക്സ് റൂം എടുക്കണം എന്നാണ് വിചാരിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ഉച്ചയ്ക്ക് വന്ന് നമ്മൾ നമ്മൾ പൈസ അടയ്ക്കണമായിരുന്നു. നമ്മൾ പൈസ അടച്ചില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കാണ്. സോ അതുകൊണ്ടാണ് ഡോർമെട്രി എടുക്കേണ്ടിയായിട്ട് വന്നത്. സോ ഡോർമെട്രിക്ക് 808 ആണ് അവർ ചാർജ് ചെയ്തത്. ആൻഡ് ഡ്യൂലെക്സ് ഒക്കെ ആണെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ അറിയാം 1200 1500. സൂപ്പർ ഡ്യൂലെക്സ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റാണ്. സോ ഓൺലൈൻ ബുക്കിംഗ് ആണ് സംഭവം. സോ PNR വെച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അപ്പോൾ നമ്മളുടെ കൂടെ വന്നവർക്ക് PNR അവർ ബുക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റ് തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടിയായിരുന്നു. നമ്മളിവിടെ വന്നിട്ട് പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. നമ്മളത് വിട്ടുപോയി. കുഴപ്പമില്ല, ബട്ട് നല്ല ഫെസിലിറ്റീസോടുകൂടി നന്നായിട്ട് ഉറങ്ങാനായിട്ട് പറ്റി. സോ പ്ലെസൻറ്റ് മോർണിംഗ് ഗൈസ്. സോ ഞാൻ ഒരുപാട് നേരം സംസാരിക്കുന്നില്ല, ഞാൻ പോയിട്ട് താഴെ ഇറങ്ങട്ടെ ഗൈസ്. ഹേ ഡിയേഴ്സ്, സോ ഫൈനലി നമ്മൾ തിരുച്ചിറപ്പള്ളിയിൽ ട്രെയിൻ കയറിയിട്ട് നമ്മൾ ട്രിവാൻഡ്രം സെൻറ്റർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് സംസം പാളയമാണ് വന്നിരിക്കുന്നത്. സോ ഒത്തിരിയായി ഇവിടുത്തെ മന്തി കഴിച്ചിട്ട്. സോ ആക്ച്വലി നമ്മളുടെ എന്താ പറയുക ട്രിവാൻഡ്രം ഫുഡൊക്കെ നമ്മൾ മിസ് ചെയ്ത്. സോ അതുകൊണ്ട് നമ്മൾ പാളയം വരുന്ന നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മന്തിയാണ് ഓർഡർ ചെയ്ത് കഴിക്കാനായിട്ട് പോകുന്നത്. സോ ആക്ച്വലി അടിപൊളിയായിട്ടുള്ള ട്രിപ്പായിരുന്നു. അങ്ങനെ നമ്മൾ മന്തിയും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്കാണ് ഗൈസ് പോയിട്ടുണ്ടായിരുന്നത്. സോ നല്ലൊരു 4 ദിവസത്തെ അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വ്ലോഗ്. സോ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.